CPM എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനം അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അല്ലെങ്കിൽ ഇടതുപക്ഷം അങ്ങനെ പറയാം നമുക്ക് മൊത്തത്തിൽ ഒരു കുടക്കീഴിൽ കൊണ്ടുവരുന്ന ഇടതുപക്ഷം മുഴുവനും ദളിതരെ ചേർത്ത് പിടിക്കുന്നു എന്ന് അല്ലെങ്കിൽ ചേർത്ത് പിടിച്ചു എന്ന് ഒക്കെ അവകാശപ്പെടുന്നുണ്ട്. അല്ലെങ്കിൽ പുരോഗമനപരമായ കുറേ കാര്യങ്ങൾ ചെയ്തു എന്ന് നമ്മൾ കാണുന്നു, പറയുന്നു, എഴുതുന്നു, പ്രസംഗിക്കുന്നു. പക്ഷേ അതിനകത്ത് എത്രത്തോളം യാഥാർത്ഥ്യമുണ്ട്? ഇടതുപക്ഷം ചേർത്ത് പിടിച്ചിട്ട് തന്നെ ഉണ്ടോ ദളിത് വിഭാഗത്തെ? ഈ കേരളത്തിൽ കാലിക്കറ്റ് സർവകലാശാലയിലാണല്ലോ ഭീകരമായ സംവരണ അട്ടിമറി നടന്നത്. എന്തുകൊണ്ടാണ് ഹൈക്കോടതി വിധി വന്നിട്ട് പോലും ഡോക്ടർ താരയുടെയും ഡോക്ടർ സുരേഷ് പുത്തൻപറമ്പിൻ്റെയും നിയമനം നടത്താൻ കാലിക്കറ്റ് സർവകലാശാല തയ്യാറാകാത്തത് എന്തുകൊണ്ടാണ്? ഇടതുപക്ഷമാണല്ലോ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ഭരിക്കുന്നത്. എന്തുകൊണ്ടാണ് അവിടെ സംവരണം നടപ്പിലാക്കാത്തത്? ഹൈക്കോടതിയിൽ ജുഡീഷ്യൽ സ്ഥാപനത്തിൽ, സുപ്രീം കോടതി ഒരു ജുഡീഷ്യൽ സ്ഥാപനമാണ്. അവിടെ ജഡ്ജിമാർ ഒഴികെയുള്ള എല്ലാ നിയമനത്തിലും ഇപ്പോൾ SC ST സംവരണം OBC സംവരണം വന്നു കഴിഞ്ഞു. CPM അതിനെ സ്വാഗതം ചെയ്തു. എന്തുകൊണ്ടാണ് അങ്ങനെ സ്വാഗതം ചെയ്യുന്ന CPM എന്തുകൊണ്ടാണ് കേരളത്തിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് കീഴിലുള്ള കോളേജുകളിൽ സംവരണം നടപ്പിലാക്കാത്തത്? സംവരണം നടപ്പിലാക്കണമല്ലോ. എന്തുകൊണ്ടാണ് അഖിലേന്ത്യാ അടിസ്ഥാനത്തിൽ ജാതി സെൻസസിനെ സ്വാഗതം ചെയ്യുന്ന പുരോഗമന കക്ഷികൾ കേരളത്തിൽ ജാതി സെൻസസ് നടത്തുന്നതിന് എന്താണ് തടസ്സം? ഈ ചോദ്യത്തിനൊക്കെ ഉത്തരം കിട്ടണ്ടേ? കോളനികളായിട്ടൊക്കെ ഇപ്പോഴും നിലനിൽക്കുകയല്ലേ? ദളിതരുടെ അടിസ്ഥാനപരമായ അവകാശം എന്താണ്? ഭൂമി ലഭിക്കുക എന്നുള്ളതാണ്. ആ ഭൂമി ഇല്ലാതെ ആകാശക്കോട്ട കെട്ടിക്കൊടുക്കുക, ആകാശക്കോട്ടയ്ക്കകത്ത് അവർ കഴിയുക, അവർ അടിസ്ഥാനപരമായിട്ടുള്ള ഭൂമി നിഷേധിക്കുക. നഞ്ചിയമ്മ ദേശീയ അവാർഡ് നേടിയ ആളാണ്. പക്ഷെ അവരിപ്പോഴും നിയമ പോരാട്ടത്തിലാണ്, അവർക്ക് അവകാശപ്പെട്ട ഭൂമിക്ക് വേണ്ടിയുള്ള പോരാട്ടത്തിലാണ്. അപ്പോൾ ദളിതരും ആദിവാസികളും ഒക്കെ തന്നെ ഇത്തരം പോരാട്ടങ്ങൾ തുടരുകയാണ്. നിലമ്പൂർ ഇപ്പോൾ ഒരു ഉപതെരഞ്ഞെടുപ്പ് നടന്ന നിലമ്പൂരിലും ആദിവാസികൾ സമരത്തിലായിരുന്നില്ലേ? എത്ര മാധ്യമ പ്രവർത്തകർ അത് വാർത്തയാക്കി? അത് പൊതുസമൂഹത്തിൽ ചർച്ചയായ ഒരു വാർത്തയായിട്ട് വന്നോ നിലമ്പൂർ ആദിവാസികളുടെ സമരം? അല്ല, ഞാൻ ഇടതുപക്ഷം ഭരിക്കുന്ന കേരളത്തെ സംബന്ധിച്ചാണ് പറയുന്നത്. ചോദ്യം വളരെ വ്യക്തമാണ്. ഞാൻ ചോദിക്കുന്നത് ആ ചോദ്യത്തോടുള്ള എൻ്റെ രോഷമല്ല. അത് ദളിതർ എന്തെങ്കിലും ചോദിക്കുമ്പോൾ പറയുമ്പോൾ അത് രോഷമാണെന്ന് വരുത്തി തീർക്കുക എന്നുള്ളത് ഇന്ത്യൻ സവർണ മാധ്യമത്തിന്റെ അതിന്റെ ഒരു ചട്ടക്കൂടാണ്. അല്ല, ഈ ചോദ്യം അവിടെ നിന്ന് പുറപ്പെടുന്നതെന്നാണ് ഞാൻ പറഞ്ഞത്. താങ്കൾ അതിന്റെ വക്താവാണെന്ന് ഞാൻ കരുതുന്നില്ല. പക്ഷെ ചോദ്യത്തിന്റെ ഉറവിടം അതാണെന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്. കാരണം ഇതേ ചോദ്യം എന്നോടൊരിക്കൽ എൻ്റെ PhD മാർഗനിർദ്ദേശകൻ കൂടിയായ ഒരാൾ, അദ്ദേഹം എന്തുകൊണ്ടാണ് ശ്യാം രോഷം കൊള്ളുന്നത് എന്ന് ചോദിക്കാറുണ്ട്. പക്ഷെ എൻ്റെ മനസ്സിൽ അല്പം പോലും രോഷമില്ല. ഞാൻ വൈജ്ഞാനികമായിട്ടാണ് സമ്മതിക്കുന്നത്. ദളിതർ വൈജ്ഞാനികമായി സമ്മതിക്കുമ്പോൾ അവർ രോഷം കൊള്ളുകയാണ് എന്ന് സ്ഥാനപ്പെടുത്തേണ്ടത് അല്ല ഞാൻ പറഞ്ഞത്. അല്ല, അതിനൊരു സൈക്കോളജിക്കലായിട്ടുള്ള ഒരു അവസ്ഥയുണ്ട്, അതിനൊരു ചരിത്രപരതയുണ്ടെന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്. അവർ രോഷം കൊള്ളുകയാണെന്ന് വരുത്തി തീർക്കേണ്ടത് ഒരു അജണ്ടയാണ്. അവർ വൈജ്ഞാനികമായി സമ്മതിക്കാൻ കഴിവുള്ളവരല്ല. അവർ നിലവിളിക്കാനും കോപം കൊള്ളാനും മാത്രമേ അവർക്ക് കഴിയൂ എന്ന് വരുത്തി തീർക്കണം. അതുകൊണ്ടാണ് അതിനെ രോഷമായി സ്ഥാനപ്പെടുത്തുന്നത്. ഈ വ്യത്യാസമുണ്ട്. ഈ വ്യത്യാസം നിങ്ങൾ മനസ്സിലാക്കുന്നത് കൊണ്ടാണ് അത് വളരെ കൃത്യമായ ക്ലാരിറ്റിയോടുകൂടി ഞാൻ പറഞ്ഞത്. അപ്പോൾ ഈ പുറന്തള്ളൽ ഹിംസ നമ്മുടെ സംസ്ഥാനത്ത് നടന്നു വരുന്നുണ്ട്. ബിന്ദു എന്ന് പറയുന്ന ദളിത് സ്ത്രീ ഉത്തരേന്ത്യയിലൊന്നും അല്ലല്ലോ. ബിന്ദു എന്ന് പറയുന്ന ദളിത് സ്ത്രീ അവര് കുടിക്കാൻ വെള്ളം ചോദിച്ചപ്പോൾ പോലീസ് സ്റ്റേഷൻ ചെന്ന് നിരപരാധിയായൊരു സ്ത്രീ, അവരെ ഈ കേരളത്തിൽ മറ്റേതെങ്കിലും സമുദായത്തിൽപ്പെട്ട ഒരു സ്ത്രീ ഇതുപോലെ പിടിച്ചുകൊണ്ട് വെക്കാൻ പറ്റുമോ? അവരെ പിടിച്ച് ഒരു ഗ്ലാസ് വെള്ളം ചോദിച്ചപ്പോൾ കക്കൂസി പോയി വെള്ളം കുടിക്കാനാണ് പോലീസ് ഏമാമാൻ പറഞ്ഞത്. ഇത് ഇടതുപക്ഷം ഭരിക്കുന്ന കേരളത്തിൽ അത് പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട ആവശ്യമുണ്ടോ? അത് പ്രത്യേകിച്ച് എടുത്തു പറയേണ്ടതായിട്ടില്ലല്ലോ. അല്ല, ഞാൻ ആ ചോദ്യത്തോടാണ് സമ്മതിക്കുന്നത്. ഞാൻ ആ ചോദ്യത്തിനുള്ള മറുപടികളാണ് പറയുന്നത്. അതുപോലെ നോക്കൂ, ഈ ബിന്ദു എന്ന് പറയുന്ന ദളിത് സ്ത്രീ, അവർക്കെതിരെ പരാതി കൊടുത്ത ആളുകൾ, പോലീസുകാരൻ്റെയും ആ സ്ത്രീയുടെയും ചിത്രം എന്താ പുറത്തുവിടാത്തത്? ഞാൻ ഈ കേരളത്തിലെ മാധ്യമ പ്രവർത്തകരോടാണ് ചോദിക്കുന്നത്. അല്ലാത്ത എല്ലാ കാര്യത്തിനും ഐക്യമായിട്ട് അടുക്കളകളിലും അരങ്ങുകളിലും എല്ലാം പോകുന്ന ആളാണല്ലോ. മരണ വീടുകളിൽ പോലും ആ കരയുന്ന ആളുകളുടെ കണ്ണുനീര് ഒപ്പിയെടുക്കും, ഇല്ലേ? ഒപ്പിയെടുക്കും. പക്ഷെ എന്തുകൊണ്ടാണ് ഈ പറയുന്നത് ബിന്ദു എന്ന് പറയുന്ന ദളിത് സ്ത്രീക്കെതിരെ കള്ളപ്പരാതി കൊടുത്ത സ്ത്രീയെ നമുക്ക് കേരളത്തിന് ആർക്കും അറിയത്തില്ല, അജ്ഞാതമായിട്ട് നിൽക്കുക.
പട്ടികജാതി കമ്മീഷന്റെ ഉത്തരവിൽ അവർ അഡ്രസ്സും എല്ലാം ഉണ്ട്. ആ അഡ്രസ്സ് വെച്ചിട്ട് ഒരു ബൈറ്റ് എടുക്കാൻ എന്താ കേരളത്തിലെ മാധ്യമപ്രവർത്തകർക്ക് പറ്റാത്തത്? ദാറ്റ് ഈസ് വാട്ട് ഈസ് കാസ്റ്റ്. അത് ജാതിയാണ്. അത് ആ പോലീസുകാരനെയും കള്ളപ്പരാതി കൊടുത്ത സ്ത്രീയെയും സംരക്ഷിക്കുന്ന വ്യവസ്ഥയുടെ പേര് ജാതിയാണ്. ആ ജാതി വ്യവസ്ഥയ്ക്ക് വലിയ മാറ്റമൊന്നും വന്നിട്ടൊന്നുമില്ല.